വാർത്തകളിലേക്ക്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ കഫേയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. ബംഗാൾ സ്വദേശിയായ സുമിത്താണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 4 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ലഭ്യമായിട്ടില്ല. ബോയിലർ പൊട്ടിത്തെറിച്ചാണെന്നാണ് പ്രാഥമികമായ നിഗമനം. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ ഇറങ്ങലും 2 പേര് ജനറൽ ഹോസ്പിറ്റലും 2 പേര് ലിസി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ബാക്കി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇല്ല, അകത്തുനിന്ന് ജീവനക്കാർക്കാണ് പരിക്കുന്നത്. ഫയറിന്റെ പ്രശ്നമാണ്. ബോയിലർ പൊട്ടിത്തെറിച്ചാണ്. കൊണ്ടുപോയതിൽ ഒരാൾക്ക് ഒരു അല്പം സീരിയസ് ആണെന്നും ബാക്കിയുള്ളവർ നോർമലാണെന്ന് അറിഞ്ഞത്. ബാക്കിയുള്ളത് കൂടുതൽ ഹോസ്പിറ്റലോട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, സ്റ്റീമർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ ഒരു സ്റ്റീമർ പൊട്ടിത്തെറിക്കാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്? അതിലുണ്ടായ ഒരു പ്രഷർ എന്ന് തന്നെയാണ് പോലീസുകാരും നിഗമനത്തിലെത്തിയിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ടോ എന്ന് തുടർ നടപടികളിൽ ഒരു അന്വേഷണ ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. നിലവിൽ ഈ കടയുടെ ജീവനക്കാരിലൂടെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥയും മെച്ചപ്പെട്ടതിന് ശേഷമാണ് നിലവിൽ ആ ഒരു നടപടികളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഇഡലി കഫേ എന്ന് പറയുന്ന ഹോട്ടലിലാണ് വൈകുന്നേരം 4 മണിയോട് തന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. നിലവിൽ 5 അതിഥി തൊഴിലാളികളാണ് അകത്ത് കിച്ചൺ ഭാഗത്ത്, അടുക്കളയുടെ ഭാഗത്തായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നത്. അവിടെയാണ് ഈ ഇഡലിക്കായി ക്രമീകരിച്ചിരിക്കുന്ന ബോയിലർ പൊട്ടിത്തെറിച്ച അപകടമുണ്ടായിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ എല്ലാം സമീപത്തുണ്ടെങ്കിലും നിലവിൽ ഗ്യാസ് സിലിണ്ടറിന്റെ ഭാഗത്തു നിന്നല്ല ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് തന്നെയാണ് അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. അതോടൊപ്പം തന്നെ 5 അതിഥി തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ഇപ്പോൾ മരിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ വരുന്ന വിവരം. അതോടൊപ്പം ബാക്കി 4 തൊഴിലാളികൾ ഇപ്പോൾ അല്ലെങ്കിൽ 4 ജീവനക്കാർ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. റിനെ മെഡിസിറ്റി, ലിസി, അതോടൊപ്പം തന്നെ മറ്റ് 2 ആശുപത്രികളിലും ഇവരെ എത്തിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും മറ്റുള്ളവർ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഈ മരിച്ച വ്യക്തിക്ക്, ഈ മരിച്ച സ്വദേശിക്ക് സുമിത്ത് എന്ന ആളാണ് മരിച്ചത്. അയാളുടെ നെഞ്ചിന് അഗാധമായ രീതിയിൽ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു പരിക്ക് ഏറ്റിട്ടുണ്ട്. അത് തന്നെയാണ് ഈ മരണകാരണമായും കണക്കാക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിന് തൊട്ട് സമീപത്തെ അതേ വഴിയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള ഇഡലി കഫേ എന്ന് പറയുന്ന കടയിലാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ഈ കടയിലേക്ക് കൗണ്ടറിലേക്ക് വന്നിരുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. വന്നവരിൽ ആർക്കും നിലവിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്നവർക്കാണ് അല്ലെങ്കിൽ കടയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്കാണ് നിലവിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. മറ്റാളപായമൊന്നും ഈ ഫുഡ് കഴിക്കാൻ വന്നവർക്കൊന്നും അപകടം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. നിലവിൽ ആ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായി ചെറിയ തീപിടുത്തം പോലെയുള്ള ചില സ്പാർക്കിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനും ഉപരിയായി ഈ ബോയിലർ പൊട്ടിത്തെറിച്ചത് തന്നെയാണ് ഈ അപകട കാരണമായി തന്നെ കാണാൻ കഴിയുന്നത്. നിലവിലിവിടെ പോലീസുകാരും മറ്റുള്ളവരും എത്തി അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടർന്ന് റിനെ മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരവേ മരിക്കുകയുണ്ടായത്. ബാക്കി 3 പേരും അല്ലെങ്കിൽ ബാക്കി 4 പേരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. നിലവിൽ മറ്റ് ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ജീവനക്കാർ മാത്രമായിരുന്നു ഈ ബോയിലർ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് കടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അടുക്കള ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഒരു നിർണായകമായ ഒരു സംഭവം പറയാൻ കാരണം ജീവനക്കാർ ഈ കടയുടെ ഉടമകളാണെങ്കിൽ പോലും ആ ഒരു അവരൊരു സ്റ്റെബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ പരിക്കേറ്റ 4 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. മറ്റ് 2 പേരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ, അതോ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു ആരോഗ്യ നിലയിലേക്ക് അവർ എത്തിയോ? ഒരിക്കലുമില്ല കാളിദാസ്. അവരുടെ ഒരു ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 2 പേരുടെ, കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ്. മറ്റ് 2 പേരും മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഇവരിലേക്ക് ഒന്ന് സംസാരിക്കാനോ ഒന്നും പോലീസിന് നിലവിൽ കഴിയില്ല. അതോടൊപ്പം തന്നെ കൗണ്ടറിലിരുന്ന കട ഉടമകളോട് പോലും ഈ ഒരു കേസിനെ പറ്റി, ഈ ഒരു സംഭവത്തിനെ പറ്റി പോലീസുകാർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥിതി നിലവിൽ മെച്ചപ്പെട്ടിട്ടില്ലെന്നാണ്, കട ഉടമകളുടെ സ്ഥിതി പോലും മെച്ചപ്പെട്ടിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഒരു നിയമപരമായ നടപടിയിലേക്ക് തന്നെ തുടരുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവരെ കണ്ട് ഒന്ന് അവർ ഓക്കെ അല്ലെങ്കിൽ അവരുടെ മാനസിക നില അല്ലെങ്കിൽ അവർ സ്ഥിരപ്പെട്ടു എന്ന് കരുതി കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യങ്ങളിൽ മൊഴിയെടുപ്പുണ്ടാകും. മറ്റെന്തെങ്കിലും വീഴ്ചകൾ ഈ കഫേയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ, സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം അന്വേഷിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാലാരിവട്ടം CI പറഞ്ഞത്.
ശരി രേണുക, എന്തായാലും ഈ ഒരു അപകടം വലിയ രീതിയിലൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഒരു കട ഉടമസ്ഥനാണെങ്കിലും അല്ലെങ്കിൽ പരിക്കേറ്റ തൊഴിലാളികളിലാണെങ്കിലും അവർ ആരോഗ്യനിലയോടൊപ്പം മാനസിക നില കൂടി മെച്ചപ്പെട്ട ശേഷമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്ന് തന്നെയാണ് ഇപ്പോഴെന്തായാലും മനസ്സിലാവുന്നത്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.